IPL-യുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന 3 ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിനെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. അവരുടെ സൂപ്പർ താരം ഭുവനേശ്വർ കുമാർ പരിക്കിന്റെ പിടിയിലായിരുന്നു. താരത്തിന് ഇപ്പോൾ ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. അടുത്ത മാച്ചിലും ഭുവനേശ്വർ കുമാർ കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഭുവനേശ്വർ കുമാർ ഉണ്ടെങ്കിൽ അത് RCBക്ക് ബൗളിംഗിൽ കരുത്തായേനെ. താരത്തിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും 2-3 മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടതായി വരും. അതിനുശേഷം മാത്രമേ ഭുവനേശ്വർ കുമാർ RCB ടീമിനോടൊപ്പം ജോയിൻ ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ ടീമിനെ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യ മാച്ചിൽ മുംബൈയുമായിട്ട് ചെന്നൈ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിൽ ഖലീൽ അഹമ്മദ് പന്ത് ചുരണ്ടിയെന്ന വിവാദമാണ് വന്നിരിക്കുന്നത്. പ്രചരിക്കുന്ന വീഡിയോയിൽ ഋതുരാജ് എന്തോ സാധനം ഖലീൽ അഹമ്മദിനെ കൊടുക്കുന്നുണ്ട്. അത് വെച്ച് ഖലീൽ അഹമ്മദ് പന്തിൽ എന്തോ കാട്ടുന്നുണ്ട്. ഈ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ BCCI അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശരിക്കും CSK അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെന്നൈ ടീമിനെ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. പണ്ട് ചെന്നൈ ടീമിനെ IPL-ൽ നിന്ന് 2 വർഷം വിലക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരാധകരാണ് ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിരിക്കുന്നത്. ഋതുരാജും ഖലീൽ അഹമ്മദും കൂടി എന്താണ് ചെയ്തതെന്ന് വ്യക്തമല്ല. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ആദ്യത്തെ 2 മാച്ചിലും രാജസ്ഥാൻ ടീം തോറ്റിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഇനി രാജസ്ഥാന് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ തുടർ വിജയങ്ങൾ ആവശ്യമാണ്. ഇപ്പോഴത്തെ രാജസ്ഥാൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. 2 പുതിയ താരങ്ങൾ ടീമിലേക്ക് വരാൻ പോവുകയാണ്. ആദ്യമായി ആർച്ചറെ രാജസ്ഥാൻ പുറത്താക്കുകയാണ്. പകരം ആകാശ് മധുവാൾ അടുത്ത മാച്ചിൽ കളിക്കും. ആർച്ചർ 2 മാച്ചിലും റൺസ് വാരിക്കോരി കൊടുക്കുകയായിരുന്നു. ഇനിയും ആർച്ചറെ ടീമിൽ നിലനിർത്തിയാൽ അത് രാജസ്ഥാന് പണി തന്നെയാണ്. അതുപോലെ തന്നെ തീക്ഷ്ണ, നിതീഷ് റാണ ഇവരിൽ ഒരാൾ പുറത്താകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പകരം ഖ്വേന മഫഗ ടീമിലെത്തിയേക്കും. രാജസ്ഥാൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.